2026 IPL സീസൺ മറക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകളിൽ ഒന്നാണ് ലക്നൗ സൂപ്പർ ജയൻസ്. 14 മത്സരങ്ങളിൽ നിന്നും വെറും 8 പോയിൻ്റ് മാത്രമാണ് ഈ സീസണിൽ അവർക്ക് നേടാൻ സാധിച്ചത്. പേപ്പറിൽ മികവുറ്റ ഒട്ടനേകം താരങ്ങളുള്ള ടീമാണ് ലക്നൗ സൂപ്പർ ജയൻസ്. മിച്ചൽ മാർഷ്, ഏജൻ മാക്രം, നിക്കോളാസ് പുറാൻ, ഋഷഭ് പന്ത്, മുഹമ്മദ് ഷമി തുടങ്ങിയ ലോക ക്രിക്കറ്റിലെ തന്നെ മികച്ച ഒരു കൂട്ടം താരങ്ങളുടെ സംഗമ കേന്ദ്രമാണ് ലക്നൗ സൂപ്പർ ജയൻസ്. എന്നാൽ ഈ സീസണിൽ അവർക്കൊട്ടും തന്നെ തിളങ്ങാൻ സാധിച്ചില്ല. റൺവേട്ടക്കാരിൽ 6ാം സ്ഥാനക്കാരനാണ് നിലവിൽ മിച്ചൽ മാർഷ്. 13 മത്സരങ്ങളിൽ നിന്നും 563 റൺസ്. വിക്കറ്റ് വേട്ടക്കാരിൽ പ്രിൻസ് യാദവ് 9ാം സ്ഥാനക്കാരനാണ്, 16 വിക്കറ്റുകൾ. മുഹമ്മദ് ഷമി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ടീം എന്ന നിലയിൽ ലക്നൌവിന് മതിയായിരുന്നില്ല അതൊന്നും പ്ലേ ഓഫിലെത്തുവാൻ. നിക്കോളാസ് പുറൻ്റെ ഫോമില്ലായ്മയാണ് പ്രധാനമായിട്ടും ലക്നൌവിനെ കുഴപ്പിച്ചത്. ഏജൻ മാക്രവും 27 കോടിക്ക് ടീം ക്യാപ്റ്റനായി നിശ്ചയിച്ച് വാങ്ങിയ ഋഷഭ് പന്തും അമ്പേ പാളിപ്പോയി. മുകുൽ ചൗധരി ഒരു മത്സരത്തിൽ അസാധ്യമെന്ന് വിചാരിച്ച മത്സരം ജയിപ്പിച്ചെടുത്ത് നാഷണൽ ഹീറോ ആയി. അതും ഒരു മിന്നലാട്ടം മാത്രമായി അവശേഷിച്ചു. പിന്നീട് ഒരു കളികളിലും അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. 5 കളി മാത്രം ഈ സീസണിൽ കളിക്കാം എന്ന കരാറിൽ ടീമിൻ്റെ ഭാഗമായ ജോഷ് ഇംഗ്ലീഷ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹത്തിൻ്റെ വരവ് ടീമിനൊരു പുത്തൻ ഉണർവ് സമ്മാനിച്ചെങ്കിലും അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു. തോൽവി വീണ്ടും അവരെ പിടികൂടുക തന്നെ ചെയ്തു. മിച്ചൽ മാർഷിൻ്റെയും ജോഷ് ഇംഗ്ലീഷിൻ്റെയും ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പലപ്പോഴും 100 കടന്നെങ്കിലും ടീമിന് വിജയം അകന്നു തന്നെ നിന്നു. അടുത്ത വർഷം ലക്നൗ സൂപ്പർ ജയൻസിന് തിരികെ വരുവാൻ സാധിക്കുമോ? 27 കോടി രൂപയ്ക്ക് വാങ്ങിയ ഋഷഭ് പന്ത് വീണ്ടും തിരിച്ചു വരുമോ? ഈ സീസണിൽ ലക്നൌവിൽ നിന്നും നേട്ടമുണ്ടാക്കിയ ഒരേ ഒരു പ്ലെയർ അത് പ്രിൻസ് യാദവ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മികവാർന്ന ബോളിംഗ് അദ്ദേഹത്തിന് ദേശീയ ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. അഫ്ഗാനെതിരെ ഏകദിന ടീമിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. മായങ്ക് യാദവ്, ആയുഷ് ബദോണി തുടങ്ങിയ താരങ്ങളും കഴിവിനൊത്ത് ഉയരുവാൻ സാധിച്ചില്ല. ദൈവപുത്രനായ അർജുൻ തെണ്ടുൽക്കർ, അദ്ദേഹം ഇന്നലത്തെ കളിയിൽ താരതമ്യേന മികച്ച രീതിയിൽ ബോൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എങ്കിലും വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിനും ടീമിൽ ലഭിച്ചിരുന്നില്ല. ദിഗ്വേഷ് രതി കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രകടനം ഈ വർഷം പുറത്തെടുക്കുവാൻ ദിഗ്വേഷ് രതിക്കും സാധിക്കാതെ പോയി. അങ്ങനെ ലക്നൗ സൂപ്പർ ജയൻസ് എല്ലാം കൊണ്ടും മറക്കാൻ ശ്രമിക്കുന്ന ഒരു സീസണായി 2026 IPL മാറിയിരിക്കുകയാണ്. നിലവിൽ അവർ 10ാം സ്ഥാനത്താണ് ഈ വർഷം ഫിനിഷ് ചെയ്യുന്നത്. 2027 വളരെ ശക്തമായി തിരിച്ചു വരുവാൻ ലക്നൗ സൂപ്പർ ജയൻസിന് സാധിക്കുമോ? ഇനിയും എന്തെല്ലാം മാറ്റങ്ങളാണ് ലക്നൗ മാനേജ്മെൻറ്റ് സ്വീകരിക്കേണ്ടത്? ഋഷഭ് പന്തിനെ മാറ്റി മറ്റൊരു ക്യാപ്റ്റനെ നിശ്ചയിക്കേണ്ടതുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേഷനായി ക്രിക്ക് ടോക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.